ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആണ് നവരാത്രി സ്പെഷ്യലാണ്. എന്താണ് കാഞ്ചര ഇവിടെ നവരാത്രി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. ഇന്ന് ഫസ്റ്റത്തെ ദിവസമാണ് നവരാത്രിൻ്റെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. കാഞ്ചര അമ്പലത്തിൽ എങ്ങനെ പൂജയൊക്കെ ചെയ്യുക, വീട്ടിലെങ്ങനെ അതൊക്കെ കാഞ്ചര. അപ്പോൾ പോകുന്ന മുമ്പേ നിങ്ങളോട് എല്ലാവരോടും ഹാപ്പി നവരാത്രി, എല്ലാവർക്കും നവരാത്രിൻ്റെ ആശംസകൾ. ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങളെ വീട്ടിലേക്ക് ഫാൻസി വന്നപ്പോൾ വളകളൊക്കെ കാണിച്ചു തന്നിനു. വാങ്ങിയത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് വന്ന് വാങ്ങിയത്. പിന്നെ മോക്ക് വേണ്ടി ഇത് വാങ്ങി. ഇനി 2-3 ജോഡി വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഈ വള. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ അമ്പലം, അവിടുത്തെ നവരാത്രി സ്പെഷ്യലൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. അമ്മ ഉണ്ട്, അത് അമ്മ അത് ദൂരെ. പിന്നെ ഈ ചേച്ചിയുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ് ഇവർ. പോരുണ്ട്, മോനുണ്ട്, മോളുണ്ട്. വാ ഇവിടെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെയാണ് പ്രസാദം അമ്പലത്തിൽ അർപ്പിക്കൽ. വെറൈറ്റി ഇതെല്ലാം ടേസ്റ്റാണ് കേട്ടോ ഈ മിഠായിയൊക്കെ. ഇതൊക്കെ പാൽ മിഠായിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കിലോ 320 രൂപ, അത്രയ്ക്ക് വില കുറവാണ്. ഇതാ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ മിഠായി. ഇത് 320 രൂപ കിലോ, ഇത് 400 രൂപ കിലോ, അങ്ങനെ. ഇത് 1000 രൂപ കിലോ ആണ്. എന്താന്നെല്ലാം കഴിച്ചിട്ടില്ല. ഇത് 800 രൂപ കിലോ. ഇവിടെ ഇതാ 2 മരുമകൾ നിൽക്കണ്ടേ, മുഖമൊക്കെ മൂടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ട് കുറേ ഇങ്ങനെ തന്നെ കേട്ടോ. ഇതാണ് കേട്ടോ കക്കടി. ഇപ്പോൾ സീസണാണ്. അമ്പലത്തിലെത്തി കേട്ടോ. ഇവിടെ ഒരു മരുമകൾ കേട്ടോ, മുഖം ഒന്നായിട്ട് മൂടി. गरम है आपकी भी दिया नाते ना
भैया तुम्हारे मुंह में हाथ नहीं लगा सकते, पूजा है, वैसे लगा देंगे। आजादी काल में गंगा और भारत गंगू ओम जय अम्बे गौरी चंद्रे मधुकर कपो मारे सूर्य बहिनी करे ओम जय अम्बे गौरी ब्रह्माणी रोदाई तुम्हें ഓ ഇന്ന് ഉപ്പില്ലാതെയാണ് ഫുഡ് രാവിലെ മുതൽ രാത്രി വരെ. അപ്പോൾ കാണിച്ചറ ഇപ്പോൾ എന്താണ് രാവിലേക്ക് എന്താ കാണിച്ചറ നിങ്ങൾക്ക്. ഇതുകൊണ്ട് സംഭവം ഒന്നും ചെയ്യില്ല, ഉപ്പൊന്നും ചേർക്കില്ല. ഇത് മാഷാക്കിയിട്ട് പൊക്കോട പോലെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കും. ഇത് ഇതാണ് കേട്ടോ, മറ്റേ ലോട്ടസിൻ്റെ സീഡ്സാണ്. പിന്നെ ഇത് നിലക്കടല, അങ്ങനെ. പിന്നെ ചായ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ തൽക്കാലം. ഇതൊക്കെയാണ്. ഇതാണ് കേട്ടോ പ്രസാദം വാങ്ങിയത്. പഴം, ഉണ്ട്. ये अंगूर का दाना है, सुई ना छुपा देना। ഇതാണ് ഗ്രേപ്സ്. ഇത് ആലു പൊറാട്ട ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവർക്ക് ഉണ്ടാക്കാൻ. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. दूर मतलब व्रत. അപ്പോൾ ഇന്ന് ഈ ചേച്ചി നോമ്പല്ല കേട്ടോ. ഓർക്ക് ഇന്നത്തെ സെക്കൻഡ് ഡേറ്റ് ആയതുകൊണ്ട് ഓർക്ക് നോമ്പെടുക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ ഓർക്ക് ഉപ്പുള്ളതൊക്കെ കഴിക്കുക, ഓർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കഴിക്കുക. ഇതാ ഇതിൽ കാണുന്നതാ, ഈ ചാക്കിൽ കാണുന്നത് ഇതൊക്കെ പരിപ്പാണ് കേട്ടോ. മീൻസ് ഇതിൽ കാണുന്നത് ഈ കടലപ്പരിപ്പാണ്. പിന്നെ ഇതിൽ കാണുന്നത് മസൂർ, താഴത്തയിൽ ഇതിൽ മസൂർ പരിപ്പാണ്. പിന്നെ ഇതിൽ കാണുന്നത് മറ്റേ കാബുളിക്കടലയാണ്. ഇതിൽ ഫുൾ ചാക്ക് നിറക്കി. ഇതൊക്കെ കല്യാണത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഓരോ സാധനം ഇങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. किसी दो ഇപ്പോൾ ഇന്ന് നവരാത്രി ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മളെ ഈ വീട്ടിലുള്ള അമ്പലം ഉണ്ടല്ലോ, അതിനെ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കാണിച്ചാൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചാൽ ഞങ്ങൾക്ക്. ഇതാണ് കവർ വിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്താ ദൈവത്തിൻ്റെ ഇതാണ്, ഡ്രസ്സാണ്. അങ്ങനെ 2 ജോഡി ഡ്രസ്സാണ് കേട്ടോ അതിൽ. ഇതെങ്ങനെ
परेगा കേട്ടോ. ഇത് ദൈവത്തിൻ്റെ ഡ്രസ്സാണ്. ഇങ്ങനെ ഇട്ടുകൊടുക്കും. ഇങ്ങനെയാണ് ഇട്ടുകൊടുക്കുക. ഇതാണ് ഡ്രസ്സ്. നവരാത്രിയിൽ മാത്രമാണ് കേട്ടോ. ഈ നവരാത്രി ഫുള്ള് 9 ദിവസം വേണമെങ്കിൽ കുക്കറിലൊക്കെ ഉണ്ടാക്കുക, പിന്നെ ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, അതൊക്കെ ചെയ്യുക കുക്കറിൽ അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ. പക്ഷെ ചട്ടിയിൽ യൂസ് ചെയ്ത് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാം മരുമക്കൾക്ക്. അപ്പോൾ അതാണ് നാത്തൂൻ ഇന്ന് നവരാത്രിൻ്റെ ഫുഡ് നാത്തൂനാണ് ഉണ്ടാക്കിയത്. അല്ലാതെയും നോമ്പുള്ളതും ഇല്ലാത്തതും ഒക്കെ നാത്തൂനാണ് ഉണ്ടാക്കിയത്. ഈ വിളക്ക് 9 ദിവസം വരെ കത്തിക്കൊണ്ടേ നിൽക്കണം. ये बीच का सेंटर मिला ऐसे चिपकाएंगे, ऐसे चिपकाएंगे, ऐसे चिपकाएंगे, ऐसे चिपकाएंगे। अब नहीं करता। ഇതാണ് കേട്ടോ അമ്പലം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടേ ഡെക്കറേറ്റ് കഴിഞ്ഞതിന് ശേഷം. രാത്രിയായേ 8 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഫുഡ് കഴിച്ചത്. മീൻസ് ഇതിൻ്റെ നോമ്പിൻ്റെ ഭക്ഷണം ഉച്ചയ്ക്കാണ് കഴിച്ചത്. പിന്നെ ഇപ്പോൾ രാത്രി ഒരു പ്രാവശ്യം കൂടി കഴിക്കുക. അപ്പോൾ സാബുനരിൻ്റെ സംഭവം ഉപ്പുമാവ് ഉപ്പില്ലാതെ. അപ്പോൾ എന്താണ് ഇപ്പോൾ സാബുനരി വെള്ളത്തിലിട്ട് എന്താണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങി. നവരാത്രിൻ്റെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ കാഞ്ചന എങ്ങനെ ഇവിടെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്? ईसा शहीद चले आना गजानन मेरे आंगन में उड़ जाएंगी तो फिर नहीं आएंगी। राधा शहीद मेरी मैया ने पहनी उन्हें टीकेगा उन्हें टिकरी संभाली ना जाए। मेरे बाके बिहारी लाल मिटना ना करो सिंगार नजर तो लग जाएगी काना। അപ്പോൾ അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അല്ലയോ ഈ പൂജയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഇനി എന്താണ് ഭക്ഷണം കഴിക്കാണ്ട്. ഭക്ഷണം മീൻസ് പൂജൻ്റെ ഈ നോമ്പിൻ്റെ ഭക്ഷണം കഴിക്കാണ്ട്. പിന്നെ ആ വിളക്ക് കടയാൻ പാടില്ല 9 ദിവസം വരെ. അങ്ങനെയാണ്. ഇതിലെന്താ വെച്ചാൽ മരുമകൾക്ക് ഈ ഇതിൻ്റെ വ്രതത്തിൻ്റെ മരുമകൾക്ക് ഉണ്ടാക്കാൻ പാടില്ല ഫുഡ്. അങ്ങനെയല്ല, മീൻസ് ഈ ചട്ടിയിൽ ഒന്നും മരുമകൾക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഒക്കെ ഫ്രൈ ചെയ്യുന്ന സംഭവം തന്നെ. അപ്പോൾ അതുകൊണ്ട് നാത്തൂനാണ് ഉണ്ടാക്കുന്നത്. മോളിതാ ഭയങ്കര എയ്ത്തിലാണ്, പഠിക്കുകയാണ് മോള്. ഞാൻ പെന്ന് വാങ്ങിയാൽ ഭയങ്കര ആർക്കും.
ऐसे അല്ലേ അങ്ങനെ രാത്രിയായി. ഇനി എന്താണ് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ കാഞ്ചറ എന്തൊക്കെയുണ്ട് രാത്രിത്തെ ഭക്ഷണത്തിൽ. ഇതൊക്കെയാണ് കേട്ടോ, നിലക്കടല, പിന്നെ പാല്, പിന്നെ കക്കടി, പിന്നെ അത് മറ്റേതാണ് സാബുനരിൻ്റെ ഉപ്മാവാണ്. പിന്നെ ഇത് ഇതാണ് ഹലുവയാണ്, മറ്റേതിൻ്റെ എന്താ പറയുക പൊട്ടാറ്റോൻ്റെ മധുരമുള്ളത് പായസം പോലെ ടേസ്റ്റാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ, എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത ദിവസം കാണാം, അടുത്ത വീഡിയോയിലേക്ക്. ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ നവരാത്രി ഉണ്ടാവുക. 9 ദിവസത്തെ ദശമി, പിന്നെ ലാസ്റ്റ് ദശമി 10ാമത്തെ ദിവസം ദശമിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 9 ദിവസമാണ് ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ നോമ്പ് വെക്കുക. പിന്നെ 9ാമത്തെ ദിവസത്തിൻ്റെ ഇടയിൽ വേണമെങ്കിൽ വെക്കുക. പക്ഷേ ഒരു നോമ്പ് എല്ലാവരും എന്തായാലും വെക്കും. പിന്നെ എന്താണ് 10ാമത്തെ ദിവസമാണ് ദശമി. അപ്പോൾ ഒന്നുമില്ല, ഈ വിളക്ക് 9 ദിവസം കിടയാതെ കത്തിച്ചാൽ മതി. പിന്നെ ഒരു ദിവസം ഫാസ്റ്റിംഗ് വെച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ് ഇതിൽ. പിന്നെ എന്താണ് 8ാമത്തെ ദിവസം ഇവിടുത്തെ എന്തോ രീതിയാണ് ഈ അഷ്ടമി എന്നാണ് പറയുക. അപ്പോൾ അന്ന് എന്താണ് ഇതൊക്കെ ഉണ്ടാവും, ഈ വൃത്തിയാക്കലൊക്കെ ഉണ്ടാവും എല്ലായിടത്തും. അടുക്കള മസ്റ്റായിട്ട് അടുക്കള വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെയാണ് അടുക്കള വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും 8ാമത്തെ ദിവസം. പിന്നെ ഈ 9 ദിവസം വരെ മരുമക്കൾക്ക് ഓയിലി സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഓയിലുള്ള സാധനം തന്നെ അല്ല ഉണ്ടാക്കുക നമ്മളെ ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് ഈ നാത്തൂന്മാരാണ് ഈ 9 ദിവസം ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരാൻ ചെയ്ത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ ഇടയിൽ സംഭവം ഞാൻ അമ്പലത്തിൽ പോയ ആ ടൈമിൽ സംഭവം എൻ്റെ ട്രൈപ്പോഡൊക്കെ നാത്തൂൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഓരിങ്ങനെ തോന്നുന്ന പോലെ വീഡിയോസൊക്കെ എടുത്ത് മരത്തുമ്മലൊക്കെ കയറിയിട്ട്, അപ്പോൾ അങ്ങനെ എന്താണ് ആ വീഡിയോ പിന്നെ ഞാൻ എന്താണ് ഒരു മെമ്മറി അല്ലേ, അപ്പോൾ ഡിലീറ്റ് ആക്കണമെന്ന് വെച്ചിട്ട് ഞാൻ അതിൽ മ്യൂസിക് ആഡ് ചെയ്ത്. അപ്പം അത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്ത് പിന്നെ അങ്ങനെയാണ് ആ സീൻ നിങ്ങൾ കാണുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം. നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്തായാലും കമൻറ്റിൽ പറയണം. പിന്നെ എന്നോട് എന്തെങ്കിലും ഒരു ഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാം. അടുത്ത പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യാം ആ ഫോൾട്ട് വരാതിരിക്കാൻ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. ഇത് ഞാൻ പിറ്റേന്നാണ് ഈ വോയിസ് ആഡ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്, പക്ഷേ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ.